ഹായ് ഹലോ, എല്ലാവർക്കും SM അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പുതുതായി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിലി പുതുതായി തുടങ്ങുവാൻ താല്പര്യപ്പെടുന്ന ക്രിക്കറ്റ് ലീഗിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി ആണ്. കഴിഞ്ഞ മാച്ചുകളിൽ വരുന്നവർക്ക് കൃത്യമായി തന്നെ അത് അറിയാൻ സാധിക്കുന്നതാണ്. എന്നാൽ വരാൻ സാധിക്കാത്തതും പുതുതായി ചേരുന്നതുമായ കുറച്ചു മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ക്രമീകരിക്കുന്നത്. കഴിഞ്ഞ മാച്ചുകളെ പോലെ തന്നെ എല്ലാവരെയും പരമാവധി ഉൾപ്പെടുത്തി നല്ല ആവേശത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇത്തവണയും മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൂർണ്ണമായൊരു സപ്പോർട്ടും പിന്തുണയും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുമ്പ് കളിക്കാൻ വന്നവർക്ക് എല്ലാവർക്കും തന്നെ നിയമവശങ്ങൾ കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും വീണ്ടും ഇത് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പാർട്ടി റൂം തന്നെയാണ് പ്ലേ ഗ്രൗണ്ട്. ഹോസ്റ്റ് സീറ്റ് അമ്പയറിനും 2ാം നമ്പർ സീറ്റ് കമൻറ്റേറ്ററുകൾക്കാണ്. 1-5 സീറ്റുകളാണ് ബോളർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സീറ്റുകൾ. ഈ സീറ്റുകളിലിരുന്നായിരിക്കും നമ്മുടെ ബോളർ ബോൾ ചെയ്യുന്നത്. 4-8 സീറ്റുകൾ ബാറ്റ്സ്മാൻമാർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്രമീകരണങ്ങൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ബോളിങ്ങും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് പഠിക്കാം. ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പോലെ തന്നെ ഒരു ഓവറിൽ നമുക്ക് 6 പന്തുകളുണ്ടാവും. ഒരു ഗെയിം ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബോളർ 1ാമത്തെ സീറ്റിലും ബാറ്റ്സ്മാൻമാർ 4ഉം 8ഉം സീറ്റുകളിലൊക്കെയാണ് ഇരിക്കേണ്ടത്. അമ്പയർ സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷം ബോളർ ചെയ്യാവുന്നതാണ്. ഗെയിം ആരംഭിക്കുന്ന ആദ്യ ഓവർ ആദ്യത്തെ ബോളർ 1ാമത്തെ സീറ്റിലിരുന്നാണ് എറിയേണ്ടത്. ഇപ്പോൾ ബോൾ എറിയേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഫസ്റ്റ് ബോൾ 3, അല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ 4, ഫസ്റ്റ് ബോൾ 6, അല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ 1, അങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് നമ്മുടെ ബോളർക്ക് ബോളിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. 6 ബോളുകൾ ഇങ്ങനെ ക്രമീകരിച്ച് ആൾക്ക് എറിയാം. ഇപ്പോൾ ഫസ്റ്റ് ബോൾ 3, സെക്കൻഡ് ബോൾ 2, തേർഡ് ബോൾ 1, ഫോർത്ത് ബോൾ 6, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ക്രമീകരിക്കാം. ഒരിക്കലും ഒരേ പാറ്റേൺ ബോളർ സ്വീകരിക്കരുത്. അതായത് ഫസ്റ്റ് ബോൾ 1, സെക്കൻഡ് ബോൾ 2, തേർഡ് ബോൾ 3, ഫോർത്ത് ബോൾ 4, അല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ 6, സെക്കൻഡ് ബോൾ 5, തേർഡ് ബോൾ 4, അങ്ങനെയൊന്നും ഒരിക്കലും ക്രമീകരിക്കരുത്. അല്ലാതെ വേണം വ്യത്യസ്തമായ പാറ്റേണുകൾ നൽകി നമുക്ക് ബാറ്റ്സ്മാനെ ബോളർക്ക് പരീക്ഷിക്കാം. അതുപോലെ തന്നെ ബോളർ ഒരിക്കലും പറഞ്ഞ നമ്പർ വീണ്ടും പറയരുത്. അങ്ങനെ പറയുന്നത് നോ ബോളായി കണക്കാക്കുന്നതാണ്. ബാറ്റിംഗ് ശൈലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബോളർക്ക് ഇതാണ് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോൾ ബാറ്റിംഗ് ശൈലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ബോളർ ഫസ്റ്റ് ബോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞതിന് പിന്നാലെ തന്നെ നമ്മുടെ ബോളർ ഫസ്റ്റ് ബോൾ 5 ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോഴേക്കും നമ്മുടെ ബോളർ എന്ത് ചെയ്യണം, നമ്മുടെ ബാറ്റ്സ്മാൻ എന്ത് ചെയ്യണം, കമൻറ്റേറ്റർക്ക് പറയുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കമൻറ്റേറ്റർ കൂടി ഒരിക്കൽ കൂടി അത് എടുത്തു പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും നെറ്റ്വർക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ബോൾ കൃത്യമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റേറ്റർ അതൊരു തവണ കൂടി പറയുന്നതായിരിക്കും. അതിനുശേഷം ബാറ്റ്സ്മാൻ ഒന്നും പറയേണ്ടതില്ല. അതുമാത്രമല്ല, ബാറ്റ്സ്മാൻ മ്യൂട്ടായിരിക്കും. സോ ആ ബാറ്റ്സ്മാന് ആ ബോൾ അടിക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാറ്റ്സ്മാൻ ബാറ്റ് വീശുന്ന ശൈലിയാണ്. അതിൽ 1ാമത്തെ സീറ്റിൽ ബോളർ എറിയുമ്പോൾ ആ ബോൾ ബാധകമാകുന്നത് 4ാമത്തെ സീറ്റിലിരിക്കുന്ന ബാറ്റ്സ്മാനും, 5ാമത്തെ സീറ്റിലേക്ക് മാറുമ്പോൾ ആ ബോൾ ബാധകമാകുന്നത് 8ാമത്തെ സീറ്റിലിരിക്കുന്ന ബാറ്റ്സ്മാനുമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തിന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടർന്ന് ബാറ്റ്സ്മാൻ ബാറ്റ് വീശുന്ന വിധമാണ് വളരെ ശ്രദ്ധിക്കുക. കമൻറ്റേറ്ററുടെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം ബാറ്റ്മാൻ ബാറ്റ് വീശുന്നതിനായി നമ്മുടെ ചാറ്റ് റൂമിലെ ഡയസാണ് കറക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഡയസിൽ 6 സെക്ഷനുണ്ട്. സോ ബോളറുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് ബോൾ 4 എന്ന് പറയുമ്പോഴേക്കും ബാറ്റ്സ്മാൻ നേരെ ചെന്ന് ഡയസിലേക്ക് പ്രസ് ചെയ്യുകയും ഡയസ് കറങ്ങി വീഴുമ്പോൾ അവിടെ എത്ര നമ്പർ വരുന്നോ അതാണ് ബാറ്റ്സ്മാൻ്റെ റണ്ണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്റിംഗ് എങ്ങനെയാണെന്നും ബോളിംഗ് എങ്ങനെയാണെന്നും കൃത്യമായ ഒരു ഐഡിയ കിട്ടി. നമുക്കിനി വിക്കറ്റിൻ്റെ ഭാഗം കൃത്യമായി ഒന്ന് പരിശോധിക്കാം.
ബോളർ ഫസ്റ്റ് ബോൾ 1 എന്ന് പറഞ്ഞ ഉടൻ ബാറ്റ്സ്മാൻ ബാറ്റ് വീശുകയും അവിടെ 1 ബാറ്റ്സ്മാൻ്റെ ബാറ്റിൽ നിന്ന് വീണാൽ അവിടെ വിക്കറ്റായിട്ട് പ്രഖ്യാപിക്കുന്നതാണ്. 4 6 വീണ് കഴിഞ്ഞാൽ ബൗണ്ടറി ആകുന്നതാണ്. 2 3 ഒക്കെ വീണ് കഴിഞ്ഞാൽ അതൊക്കെ ആസ് യൂഷ്വൽ റണ്ണുകളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, ഫസ്റ്റ് ബോൾ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അങ്ങനെ പറയുമ്പോൾ ബാറ്റ്സ്മാൻ കറക്കുന്ന ഡൈസിൽ നിന്ന് അതേ നമ്പർ വീണ് കഴിഞ്ഞാൽ അത് വിക്കറ്റായിട്ട് പ്രഖ്യാപിക്കുകയും അറ്റ് ദ സെയിം ടൈം വേറെ ഏതെങ്കിലും നമ്പർ വീണ് കഴിഞ്ഞാൽ 4 6 വീണാൽ ബൗണ്ടറി ആയിട്ടും 5 വീണാൽ അത് ഡോട്ട് ബോളായിട്ടും, സോ അവിടെ 0 റണ്ണായിട്ടായിരിക്കും. ആൻഡ് മറ്റേതെങ്കിലും നമ്പർ വീണ് കഴിഞ്ഞാൽ അത് റണ്ണുകളായിട്ടും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ബാറ്റ്സ്മാൻ ബാറ്റ് വീശുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുക. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഭാഗ്യം. ഓക്കെ, ബോളർ ശ്രദ്ധിക്കേണ്ട പ്രധാന മറ്റൊരു നിബന്ധന, ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ 1 3 എന്ന സംഖ്യകൾ വീണാൽ ബോളർ സീറ്റുകൾ മാറിയിരിക്കേണ്ടതാണ്. അതായത് 1ാമത്തെ സീറ്റിലിരുന്ന് ഫസ്റ്റ് ബോൾ 2 എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ 1 3 വീണാൽ എന്ത് ചെയ്യണം? ബോളർ അടുത്ത ആളിലേക്ക് മാറണം. അതായത് 1ാമത്തെ സീറ്റിലിരുന്ന് നമ്മുടെ 4ാമത്തെ സീറ്റിലുള്ള ബോളർക്ക് ബോൾ എറിയുകയും പുള്ളിക്കാരൻ 1 അടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബോളർ എന്ത് ചെയ്യുക? 1 3 അടിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ സീറ്റിലേക്ക് മാറുക. 4 6 പോലുള്ള ബൗണ്ടറികൾ അടിച്ചു കഴിഞ്ഞാൽ ബോളർ മാറേണ്ടതില്ല. സാധാരണ ക്രിക്കറ്റിൽ ബാറ്റ്സ്മാനാണ് ഓടുന്നത്, ഇവിടെ നേരെ തിരിച്ച് നമ്മൾ ബോളറെ ഓട്ടിക്കുന്നു. ഇനി ടീം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇത് മാറിപ്പോയതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ വിക്കറ്റുകൾ ശർവറ കിട്ടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വ്യക്തമായി ഈ ഒരു കാര്യത്തിൽ ടീം ഒന്നടങ്കം ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ കോർഡിനേറ്റഡ് ആയിട്ടിരിക്കുക, വ്യക്തമായിട്ട് നിർദ്ദേശം നൽകുക. ശ്രദ്ധിച്ച് കേട്ടോ, ഒരു ബോളർ എറിയുന്ന അവസാന ബോൾ അത് ബാറ്റ്സ്മാൻ അടിക്കുമ്പോൾ 1 3 റണ്ണുകൾ ബാറ്റിംഗ് ടീമിന് ലഭിച്ചാൽ അടുത്തു വരുന്ന ബോളർ തുടർന്ന് അതേ സീറ്റിലിരുന്ന് ബോളിംഗ് ചെയ്യാവുന്നതാണ്. അതായത് ലാസ്റ്റ് ബോളിലാണ് 1 3 വീണ് കഴിഞ്ഞാൽ അടുത്ത ഓവർ എറിയാൻ വരുന്ന ബോളർക്ക് അതേ സീറ്റിലിരുന്ന് തന്നെ ബോളിംഗ് കണ്ടിന്യൂ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം 2 5 4 6 പിന്നെ വിക്കറ്റ്, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിലേക്ക് വരാം. അതായത് 1ാമത്തെ സീറ്റിലിരുന്ന് 4ാമത്തെ ബോളർക്ക് നമ്മുടെ അവസാനത്തെ ബോൾ എറിയുമ്പോൾ 2 5 4 6 വിക്കറ്റ്, ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുക? ആ ഓവർ അവസാനിക്കുമ്പോൾ അടുത്ത ഓവറിന് എറിയാനായി വരുന്ന ബോളർ കൃത്യമായി എവിടെ വരണം? 5ാമത്തെ സീറ്റ് നമ്പറിലേക്ക് വരണം. അവിടെ ഇരുന്ന് ആ നേരെയുള്ള ബാറ്റ്സ്മാന് വേണം ബോൾ ചെയ്യാൻ. ഇനി ഞാനിതെല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ബാറ്റ്സ്മാനും ബോളറും ഒരുപോലെ ശ്രദ്ധിക്കുക. അമ്പയറിൽ നിന്ന് സ്റ്റാർട്ട് കിട്ടിയതിന് ശേഷം മാത്രം ബോൾ എറിയുക. നമ്മുടെ കമൻറ്റേറ്ററുടെ വെരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ബാറ്റ്സ്മാൻ ബാറ്റ് വീശുക. ബോളുകൾ എങ്ങനെ ചെയ്യണമെന്നും ബാറ്റിംഗ് എങ്ങനെ ക്രമീകരിക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം ഗെയിമിലേക്ക് പോവുക. ക്ലാരിറ്റി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടി നിങ്ങൾ തന്നെ ഒരു പ്രാക്ടീസ് മാച്ചുകൾ കണ്ടക്ട് ചെയ്യുക. ഞങ്ങൾ ഗെയിം അറിയുന്ന കോർഡിനേറ്റേഴ്സിനെ ആര് വിളിച്ചാലും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അതിനെ വിശദീകരിച്ച് നൽകാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഡോൺ വറി. എല്ലാവരും കൃത്യമായി തന്നെ ബാറ്റ് ചെയ്യുക. ഒരിക്കലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ബോൾ അടിക്കാൻ ശ്രമിക്കുകയും ഒന്നിലധികം തവണ ഡൈസ് ഇറക്കി അനാവശ്യമായി വാണിംഗ് വാങ്ങി കൂട്ടാതിരിക്കുകയും ശ്രമിക്കുക. എന്ന് വെച്ചാൽ 1ാമത്തെ സീറ്റിലിരിക്കുന്ന ബോളർക്ക് നമ്മുടെ 4ാമത്തെ സീറ്റിലിരിക്കുന്ന ബാറ്റ്സ്മാന് മാത്രമേ ബോൾ എറിയാൻ സാധിക്കുകയുള്ളൂ. അറ്റ് ദ സെയിം ടൈം ആ പുള്ളിക്കാരന് മാത്രമേ ബാറ്റ് വീശാനും പാടുള്ളതുള്ളൂ. ഇപ്പോൾ അത് ശ്രദ്ധിക്കാതെ നമ്മുടെ 8ാമത്തെ സീറ്റിലുള്ള തൊട്ട് താഴെ ഇരിക്കുന്ന സീറ്റിലുള്ള ബാറ്റ്സ്മാൻ എങ്ങാനും ഡൈസ് വീശുക എന്തെങ്കിലും ചെയ്താൽ എന്ത് സംഭവിക്കും? അത് വാണിംഗ് ആയിട്ട് പ്രഖ്യാപിക്കുകയും
ഒന്നിലധികം വാണിങ്ങുകളെന്തോ വന്നു കഴിഞ്ഞാൽ വിക്കറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയും ആ ടീമിൽ നിന്ന് ആവശ്യമല്ലാതെ അനാവശ്യമായി ഒരു വിക്കറ്റ് വീഴുകയും ചെയ്യും. അപ്പോൾ അതിനൊരിട ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ മനസ്സിൽ വന്ന ഒരു ചിന്ത കൂടിയാണ്. നേരത്തെ ഞാനൊരു നോ ബോളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒന്നാമത്തെ സീറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബോളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ബോളർ ഫസ്റ്റ് ബോൾ 3, സെക്കൻഡ് ബോൾ 5, തേർഡ് ബോൾ 6, ഫോർത്ത് ബോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് വീണ്ടും ഫോർത്ത് ബോൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ഫസ്റ്റ് പറഞ്ഞ ആ നമ്പർ വീണ്ടും പുള്ളിക്കാരെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ഹിറ്റാണ്. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? ആരടിച്ചാലും കുഴപ്പമില്ല. ആ സമയത്ത് ഒരിക്കലും അത് നോ ബോളാണ് എന്ന് പറഞ്ഞ് അടിക്കാണ്ടിരിക്കരുത്. അങ്ങനെയുള്ള ബോളുകൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാര്യം ആ ബോളിൽ നമ്മൾ വിക്കറ്റ് ആയാലും അത് വിക്കറ്റ് കണക്കാക്കുകയില്ല. അതേ സമയത്ത് ആ റണ്ണും എക്സ്ട്രാ കൂടെ കിട്ടുന്നതാണ്. 6 എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ലോട്ടറി. ഇത് വീഡിയോ കംപ്ലീറ്റ് കാണുന്ന ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ടിപ്പ്. സോ ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ടീമിനോടും ഞങ്ങളുടെ സഹപ്രവർത്തകരോടും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും നന്നായി കളിക്കുക.